എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണി. ഇന്നും വിഷയം കല്യാണി തന്നെയാണ്. വേറൊന്നുമല്ല, കല്യാണി കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു ലെറ്റർ, അതിന് ഒരു മറുപടി എന്നോണം ക്ലിനിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഈ ലെറ്ററിനകത്തും പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. രേഖകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ കത്തിനകത്തും ചില കാര്യങ്ങൾ പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ. തെളിവുകളൊന്നും അവിടെയും വെച്ചിട്ടില്ല. ഓക്കെ, അവരുടെ കയ്യിലും തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇത് വായിച്ച് നോക്കിയപ്പോൾ, പ്രത്യേകിച്ച് കല്യാണിയുടെ FIR വായിച്ചപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കല്യാണിയുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെയല്ല FIRനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, FIR കൊടുത്ത ഡേറ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് എന്തായി, അതൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇവിടെ ഈ ഒരു കത്ത് വായിച്ചപ്പോൾ ഒരു വലിയ ആരോപണമാണ് കല്യാണിക്ക് നേരെ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ആ ലെറ്റർ ഒന്ന് വായിക്കാം. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഡോക്ടർ നിലൂഫർ ഷെരീഫിൻ്റെ അക്കൗണ്ടിലാണ് ഈ കത്ത് വന്നേക്കുന്നത്. ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. ഞാൻ മലയാളം വായിക്കാം. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്നെയും, നല്ല കുഞ്ഞക്ഷരം കേട്ടോ, കണ്ണ് പിടിക്കുന്നില്ല, എന്നെയും എൻ്റെ ബ്രാൻഡിനെയും ലക്ഷ്യമിട്ട് ഒരു വ്യക്തി തെറ്റിദ്ധാരണ ഉളവാക്കുന്നതും ഒരാളാണോ? 3 പേരില്ലേ ഇപ്പോൾ? കാരണം FIRനകത്ത് 3 പേരുടെ പേര് കാണുന്നു. ഞാനും ചേട്ടനും മോനെയും കൂടി വലിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അന്ന് വീഡിയോയ്ക്കകത്ത് മോനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ മോനും ഉണ്ട്. മോൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ക്ലിനിക്കിൽ നിന്ന് അവിടുത്തെ ഡോക്ടറോ സ്റ്റാഫോ ആരൊക്കെ ചേർന്നിട്ട് കല്യാണീനെ തെറി പറഞ്ഞതൊക്കെയാണ് FIRനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അപ്പോൾ ഇപ്പോൾ 3 പേരുണ്ട് ഈ വിഷയത്തിനകത്ത്. ഇവിടെ ഒരു വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലെറ്റർ ഇട്ടത് കല്യാണിയുടെ പ്രൊഫൈലാണല്ലോ, അതുകൊണ്ടായിരിക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞത്. ബാക്കി നോക്കാം. തെറ്റിദ്ധാരണ ഉളവാക്കുന്നതും ദുരുദ്ദേശപരവുമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലും സബ് ജുഡീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആവശ്യമായ നിയമ നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുള്ളതിനാലും നീതിന്യായ വ്യവസ്ഥയിലും നിയമപരമായ നടപടിക്രമങ്ങളിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളതിനാലും ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ആണ്ടടാ, അവിടെ കല്യാണ ഇട്ട ലെറ്ററിനകത്തും പറയുന്നു പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ പറയുന്നു പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ നമ്മളാരായി? കല്യാണി ആ ലെറ്റർ ഇട്ടതുകൊണ്ട് ഡോക്ടർക്ക് ഇവിടെ ഇടാതിരിക്കാനും പറ്റില്ലല്ലോ, നിവർത്തിയില്ല. അപ്പോൾ ഡോക്ടർ ആ ലെറ്റർ ഇട്ടു, പ്രതികരിക്കുന്നില്ല എന്നും പറയുന്നു. വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എങ്കിലും ചില വസ്തുതകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തൊക്കെയോ പറയാനുണ്ട്, നോക്കാം. കോസ്മെറ്റോളജി മേഖലയിലെ എൻ്റെ യാത്ര 2013 ആരംഭിച്ചത്. കോസ്മെറ്റിക് കെമിസ്ട്രി ഇന്ത്യയിലെ മുഖ്യധാര മെഡിക്കൽ പരിശീലനത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന കാലഘട്ടത്തിൽ തന്നെ തായ്ലാൻഡ്, സിംഗപ്പൂർ, ലണ്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വിദഗ്ധരുടെ കീഴിൽ ഞാൻ പ്രത്യേക പരിശീലനം നേടിയിരുന്നു. എൻ്റെ പ്രൊഫൈലിൽ പരാമർശിച്ചിരിക്കുന്ന കോസ്മെറ്റിക് കെമിസ്ട്രി പ്രോഗ്രാമുകൾ പ്രത്യേക പരിശീലന വർക്ക്ഷോപ്പുകളാണ്. അപ്പോൾ അത് ബിരുദമല്ല, ഡിഗ്രി അല്ല, വർക്ക്ഷോപ്പുകളാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, അവയെ ഒരിക്കലും മെഡിക്കൽ ബിരുദങ്ങളായി അവതരിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ ബയോ നോക്കിയപ്പോഴും ട്രെയിനിങ് എന്നാണ് കൊടുത്തേക്കുന്നത്. ട്രെയിനിങ് എന്താണ്? കോസ്മെറ്റിക് കെമിസ്ട്രി, പിന്നെന്താ ത്രെഡ് ലിഫ്റ്റ്, വേറെ എന്തോ ഒരു സാധനം കൂടി. അത് USA നിന്നും സിംഗപ്പൂരിൽ നിന്നും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്മെറ്റിക് കെമിസ്ട്രി ഡിഗ്രി ആയിട്ട് എടുത്തിട്ടില്ല. കല്യാണി പറയുന്നത് അങ്ങനെ ഒരു ഡിഗ്രി അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി എന്ന് പറയുന്ന സംഘടന വഴി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നാണ് കല്യാണിക്ക് കിട്ടിയ വിവരം എന്നാണ് പറയുന്നത്. ഡോക്ടർ അങ്ങനെ ഒരു ബിരുദം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടറും പറയുന്നു. അത് ട്രെയിനിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. ഇതാണ് ഡോക്ടറുടെ വേർഷൻ. ഓക്കെ, ഇനി കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ ഞങ്ങളുടെ ക്ലിനിക്കുകൾ ആയിരക്കണക്കിന് രോഗികളുടെ വിശ്വാസം നേടിയിട്ടുണ്ട്. പ്രതിമാസം 2000-ലധികം ക്ലയൻറ്റുകൾക്ക് സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ പ്രശസ്തരായ ഡെർമറ്റോളജിസ്റ്റുകൾ, എസ്തെറ്റിക് ഫിസിഷ്യന്മാർ, പ്ലാസ്റ്റിക് സർജന്മാർ എന്നിവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ധാർമ്മികമായ പ്രവർത്തന രീതികളും രോഗികളുടെ ക്ഷേമവും തന്നെയാണ് എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രധാന പ്രതിബദ്ധത. ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നുണ്ട്. ഇപ്പം ഇവരുടെ തന്നെ പല വീഡിയോകളും അതുപോലെ തന്നെ ഇവരുടെ തന്നെ പല പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അത് നല്ലതും ചീത്തയുമായിട്ടുള്ള കമൻറ്റുകൾ വരാം. കാര്യം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും അത് സക്സസ് ആവണമെന്നില്ല, എന്നാൽ സക്സസ് ആവാതിരിക്കണം എന്നില്ല. അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഡിപ്പെൻസ് ആണ്. അത് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഇവിടെ ഇപ്പോൾ കല്യാണി ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷൻ സംബന്ധിക്കുന്നതും പിന്നെ എന്തോ സർട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം നെക്സ്റ്റ് ആണ് വരുന്നത്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഞങ്ങളുടെ ലൈസൻസുകൾ, നിയമാനുസൃത പ്രവർത്തനങ്ങൾ, എൻ്റെ പ്രൊഫഷണൽ യോഗ്യതകൾ എന്നിവയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഓക്കെ, ബാധകമായ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നുണ്ട്. ലൈസൻസുകളുടെ സാധാരണ പുതുക്കൽ നടപടികളെ നിയമലംഘനമായി തെറ്റായി ചിത്രീകരിക്കരുത്. അതായത് കല്യാണി ആരോപിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളിൽ ഏതൊക്കെയോ പുതുക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി കല്യാണി ഇത് അപ്ലൈ ചെയ്ത സമയത്ത് എക്സ്പയർഡ് ആയ സമയമായിരിക്കാം. ആ സമയത്ത് അവിടെ സൈറ്റിൽ അങ്ങനെ കാണിക്കത്തുള്ളൂ, അതായിരിക്കാം എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്, ഇത് എത്രമാത്രം ശരിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിച്ചതുകൊണ്ടായിരിക്കാം അവിടെ അവർക്ക് അത് ഇല്ല എന്നുള്ള ലെവലിൽ കാണിച്ചത്. ഇവിടെ അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഡോക്ടറുടെ വേർഷനാണ്. അപ്പോൾ കല്യാണിയുടെ ഭാഗത്ത് അത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. കാരണം അവിടെയും കല്യാണി അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല. ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് രേഖ കാണിക്കുന്നില്ല. ഇവിടെ ഡോക്ടർ പറയുന്നത് പുതുക്കൽ നടപടി അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ലെറ്ററിനകത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും അവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ രണ്ടുപേരും ഇത് ഇങ്ങനെ വെട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. കാരണം അവിടെ ഇല്ലെന്ന് പറയുമ്പം ഇല്ലെന്ന് കാണിക്കേണ്ട രേഖ അവിടെ വെച്ചിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് കാണിക്കേണ്ട രേഖ ഇവിടെയും വെച്ചിട്ടില്ല. കാരണം എന്താണ്, നിയമ നടപടികൾ നടക്കുന്നതുകൊണ്ട് അവർക്ക് രേഖകൾ കാണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 2 കൂട്ടരും അത് തന്നെയാണ് പറയുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും അങ്ങോട്ടോട്ട് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ബാക്കി കേൾക്കാം. കൂടാതെ നിയമ നടപടികൾ പിൻവലിക്കുന്നതിന് പകരമായി ഒരു വലിയ തുക ആവശ്യപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന ആശയവിനിമയങ്ങളും മറ്റ് ഭീഷണിപ്പെടുത്തലുകളും സംബന്ധിച്ച വിവരങ്ങൾ ഇതിനകം തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കല്യാണി ഡോക്ടർക്കെതിരെ കേസ് കൊടുത്തു, FIR നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. അത് പിൻവലിക്കാൻ വേണ്ടി വലിയ തുക ആവശ്യപ്പെട്ടെന്നാണ് ഇവിടെ ആരോപിക്കുന്നത്. അതൊരു ചെറിയ ആരോപണം അല്ലല്ലോ. അപ്പോൾ അതിന് കല്യാണി മറുപടി പറയേണ്ടി വരും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, അത് ആരിലൂടെയാണ് ചോദിച്ചത്, നേരിട്ടാണോ ചോദിച്ചത്? അതായത് ഒരു പ്രശ്നം ഉണ്ടാവുന്നു, കേസ് കൊടുക്കുന്നു, അവസാനം കേസ് പിൻവലിക്കാൻ വേണ്ടി കാശ് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വലിയ സ്ഥാപനം അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് ഒരു കേസ് കൊടുക്കുന്നു. ആ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി കാശ് ആവശ്യപ്പെടുന്നു. അതൊരു തരം തെറ്റല്ലേ, ക്രൈമല്ലേ? അതുണ്ടെന്നാണ് ഇവിടെ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ നിയമ നടപടികൾ പിൻവലിക്കുന്നതിന് പകരമായി ഒരു വലിയ തുക ആവശ്യപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന ആശയവിനിമയങ്ങളും മറ്റു ഭീഷണിപ്പെടുത്തലുകളും സംബന്ധിച്ച വിവരങ്ങൾ ഇതിനകം തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗവുമാണ്. എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വലിയ തുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ. വലിയ തുക എന്ന് പറയുമ്പോൾ അത്രയും ഒക്കെ വരില്ലേ? അല്ലാണ്ട് ചുമ്മാ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കല്യാണി എന്നല്ല ആരും ഇത്തരം പരിപാടികൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തുകയായിരിക്കുമല്ലോ. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കണ്ടറിയണം എന്താണ് സംഭവം എന്നുള്ളത്. ഇനി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, കല്യാണി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കണം. കാര്യം ഈ കേസിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. കേസ് ഇപ്പം ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വെറുതെ വന്നൊരു എഴുത്തെഴുതിയിടില്ല. ഇപ്പുറത്തും കല്യാണി 3 ചോദ്യങ്ങൾ ചോദിച്ചത് വെറുതെ ആണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അവിടെ രേഖ വയ്ക്കാത്തതുകൊണ്ടാണ് നമുക്ക് സംശയം വന്നത്. ഇവിടെയും അതിന് മറുപടി എന്നുള്ള ലെവലിൽ ഒരു മറുപടി കത്തുമാണ്. ഓക്കെ, അപ്പം പിന്നെ ബാക്കി, എൻ്റെ രോഗികൾക്കും എൻ്റെ തൊഴിൽ മേഖലയ്ക്കും ഈ സ്ഥാപനം പടുത്തുയർത്തിയ മൂല്യങ്ങൾക്കുമാണ് ഞാൻ എപ്പോഴും മുൻഗണന നൽകുന്നത്. വർഷങ്ങളായി ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പോലീസിലും നീതിന്യായ വ്യവസ്ഥയിലും നിയമാനുസൃത നടപടിക്രമങ്ങളിലുമുള്ള എൻ്റെ വിശ്വാസം അചഞ്ചലമാണ്. സത്യം തെളിയിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല. അത് ശരി, സോഷ്യൽ മീഡിയയിലേക്ക് ഈ വിഷയം വന്ന സ്ഥിതിക്ക് ഡോക്ടർക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം അത് സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ? ഇപ്പോൾ കല്യാണി എന്ന് പറയുന്നത് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്ററാണ്. അവരുടെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയുള്ള ആൾക്കാർ, ചിലപ്പോൾ സാധാരണക്കാരായിരിക്കാം, ഹൈ ലെവലുള്ള ആൾക്കാരായിരിക്കാം, ഏത് ലെവലുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ആൾക്കാർ അറിയുന്ന പ്രകാരം ഈ ഒരു ക്ലിനിക്ക് അവരെ ചീറ്റ് ചെയ്തു. ഇതാണ് അവർ പറയുന്നത്, അവരാരോപിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണമാണ് അവർ പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിൽ ഒരു 10 പേരെങ്കിലും ഹൈ ക്ലാസ് ലെവലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ 10 പേരിലേക്ക് ഈ വിവരം എത്താം. അപ്പം ഈ ക്ലിനിക്കോ അത് വേണ്ട കേട്ടോ എന്ന് വായ്മൊഴിയാൽ ഒരുപാട് പേരിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ ഇതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് ക്ലിനിക്കുകാരുടെ റെസ്പോൺസിബിലിറ്റി ആയി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ലെറ്റർ വരുമോ? ഇവിടെ ഇങ്ങനെ ഒരു കത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ ഒരു കത്ത് വന്നത്. ഇത് ആദ്യം ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഡ്രാഗ് ചെയ്തത് കല്യാണി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ക്ലിനിക്കുകാർക്ക് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നത്, സോഷ്യൽ മീഡിയയിലേക്ക് വരേണ്ടി വന്നത്.
ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി ഡോക്ടർ പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ടി വരും. കാരണം അതിലേക്ക് എത്തിപ്പെട്ടു പോയി എന്നുള്ളതാണ്. ബാക്കി നോക്കാം. പോലീസിലും നീതിന്യായ വ്യവസ്ഥയിലും നിയമാനുസൃത നടപടിക്രമങ്ങളിലുമുള്ള എൻ്റെ വിശ്വാസം അചഞ്ചലമാണ്. സത്യം തെളിയിക്കപ്പെടേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല, കോടതിയിലാണ്. സത്യമാണ്, കോടതിയിലാണ് തെളിയിക്കപ്പെടേണ്ടത്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇത് എത്തിപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിലും ചിലപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തേണ്ടി വരും. ഇവരിന്ന് ഒരു ആരോപണം വരുമ്പോൾ അവിടുന്ന് അത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇവിടുന്ന് ഒരു ആരോപണം ഇപ്പം അങ്ങോട്ട് വന്നേക്കാണ്, നല്ലൊരു എമൗണ്ട് ചോദിച്ചിട്ടുണ്ട് കേസ് പിൻവലിക്കാൻ. അത് കല്യാണിക്ക് നേരെയുള്ള ആരോപണമാണ്. കല്യാണി അത് ചോദിച്ചു എന്നാണ് ആരോപിക്കുന്നത്. നല്ലൊരു എമൗണ്ട് ചോദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഇനി പറയേണ്ടത് കല്യാണിയാണ്. നീതി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ്. ഇത് ഡോക്ടറുടെ തന്നെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ വന്ന ഒരു മറുപടി കത്താണ്. സോ അത് നമ്മൾ വായിച്ചു എന്ന് മാത്രം. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കല്യാണി ഒരു കത്തിട്ടു, ഡോക്ടർ അതിന് മറുപടി പോലെ മറ്റൊരു കത്തിട്ടു. അതിനകത്തും രേഖകളില്ല, ഇതിനകത്തും രേഖകളില്ല. നമ്മളിത് രണ്ടും ഇരുന്ന് വായിക്കുന്നു മാത്രം. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ കോടതി വഴിയൊക്കെ ആയിരിക്കും പോകുന്നത്. ബാക്കി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ആരോപണം, ഈ കാശ് ചോദിച്ചെന്ന് പറയുന്ന ആരോപണം, അതൊരു വലിയ ആരോപണമാണ്, വലിയൊരു തെറ്റാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റാണ്, അതിന് ഒരു സംശയവും വേണ്ട. അതിന് മറുപടി കല്യാണി കോടതിയിൽ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം നിയമപരമായിട്ട് പോയി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കല്യാണി അവിടെ പറയേണ്ട മറുപടി പറഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ മറ്റ് കല്യാണി ചോദിച്ച കാര്യങ്ങൾക്ക് ഇവിടുന്നും മറുപടി കൊടുക്കേണ്ടി വരും. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് മുന്നോട്ട് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇനി പുറത്തേക്ക് വരാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. കോശി, നിങ്ങളുടെ അഭിപ്രായം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം അറിയോ, ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ? ഒരു ദിവസം വന്ന് ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു, അടുത്ത ദിവസം വന്ന് അടുത്ത ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു, അടുത്ത ദിവസം വന്ന് അടുത്തൊരു ലിപ്സ്റ്റിക്ക് പ്രൊമോട്ട് ചെയ്യുന്നു, വേറെ ദിവസം വന്ന് അടുത്ത ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇങ്ങനെ മാറി 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 ഓരോ ദിവസവും 100 രൂപയുടെ വരെ ലിപ്സ്റ്റിക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 100 രൂപയുടെ സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ത് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ പറയും അതവരുടെ പ്രൊമോഷൻ്റെ ഭാഗമല്ലേ, അല്ലാണ്ട് അവരിത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ അവരുടെ ആ മാനുഫാക്ചറർ പറഞ്ഞു കൊടുക്കുന്ന, അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റിൽ കാണുന്ന പേരുകൾ മാത്രം ഇവർ വായിച്ച് പറയും. ഇവരൊന്ന് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ സമയത്തൊന്നും പുരട്ടുമായിരിക്കും, അതല്ലാണ്ട് വേറൊന്നും ഇവരൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിനൊരു നിയമം വരണം, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെ അല്ലെന്നെങ്കിൽ നിങ്ങൾ പറയുക. ഈ കണ്ടത് കഠിനമായിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഓരോ ദിവസം ഓരോ ക്രീമുകൾ വന്ന് പറയും. അതിന് താഴെ പോയിട്ട് ചേച്ചി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യും. ഇവർ ആ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു, ഒരു 1300ഓളം കമൻറ്റുകൾ. അതിനകത്തൊരു 90% ലിങ്ക് എന്നും പറഞ്ഞിട്ട് പോവാണ്. ഇതൊക്കെ അവരെ വിശ്വസിക്കുന്നുണ്ടല്ലേ? അല്ലേ? അപ്പോൾ അത് വാങ്ങിച്ച് പുരട്ടിയിട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഇവർ സമാധാനം പറയൂ. ഞാൻ കല്യാണി മാത്രമല്ല പറയുന്നത്, പോലുള്ള ആളുകൾ. കല്യാണി ഇപ്പം ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, നിർത്തിയിട്ട് ഇപ്പം ഡ്രസ്സിൻ്റെയൊക്കെ പരിപാടിയാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ മറ്റേ ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറയുകയാണ്. അവർ സമാധാനം പറയും. അവരെന്തായിരിക്കും പറയുന്നത്? ഞാൻ നിങ്ങളോട് വാങ്ങാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ പോരെ. ഇത് ആർക്ക് ഉപയോഗിക്കാമെന്നോ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ലെന്നോ അവർ പറയുന്നുണ്ടോ? ഇല്ല. സ്കിന്ന് ക്ലിയർ ആകും, ടാൻ മാറും, മെലാസ്മ മാറും, അത് മാറും, ഇത് മാറും എന്നൊക്കെ പറയുമ്പോൾ അത് ആർക്ക് മാറും എന്ന് അവർ പറയുന്നില്ല. ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നില്ല, ഏത് പ്രായത്തിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നില്ല. അങ്ങ് തള്ളിവിടും കൊടുക്കുന്ന സ്ക്രിപ്റ്റ്. അതുപോലെ നാളെ ആർക്കെങ്കിലും ഒരാളുടെ മുഖം പൊള്ളിക്കഴിഞ്ഞാൽ അവൻ വെച്ച് അനുഭവിക്കണം. അവൻ പക്ഷേ ഈ പറയുന്ന 6 സംഖ്യവും ലക്ഷങ്ങളും ഒന്നും കൊടുക്കാനുണ്ടാവില്ല, ഹോസ്പിറ്റലിൽ കൊടുക്കാൻ അവൻ്റെ ഉണ്ടാവില്ല, അവൻ അനുഭവിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം, അവരെ അല്ല കേട്ടോ, ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെന്ന് തെളിയിച്ച ആൾക്കാരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അല്ലാണ്ട് ചുമ്മാ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് വാങ്ങാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, എനിക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകളിലൂടെ ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. സോ ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് പോകുമെന്ന് പറയുന്നു. ഇനി എന്തൊക്കെ വരാനുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ പറയുന്ന കേസ് പിൻവലിക്കാൻ കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. അത് ബാക്കി തെളിവുകളൊക്കെ വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളിലും തെളിവുകൾ വരട്ടെ, അപ്പോൾ നമുക്ക് അതും നോക്കാം. സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറന്നുപോകല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ. ബൈ.